അയ്യോ പാവം സജനയുടെ മൂട്ടില് തീ പിടിച്ച് സജന കിടന്ന് ഓടി 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 പാവം കണക്കും. റസൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത്. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമൊന്നും ആയിട്ടില്ല. സോഷ്യലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? ഇല്ല കൊണ്ട് അതില്ല. സജന ഫിറോസ് അല്ലെങ്കിൽ സജന നൂറ്. ഇത് സംബന്ധിച്ചാൽ 2 ദിവസമായിട്ട് കുറെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇനിയും അതങ്ങ് പൊട്ടിയിട്ട് തീരുന്നില്ല. പക്ഷെ ഇതൊക്കെ പൊട്ടിയിട്ട് തീർന്നിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴെങ്ങും തീരുന്ന ഒരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും വീഡിയോ ചെയ്യാതിരുന്നത്. എന്തായാലും തീരട്ടെ, ഒരു കൺക്ലൂഷൻ എത്തുമല്ലോ. ആരെങ്കിലും ഒരു ടീം കൺക്ലൂഷൻ എത്തുമല്ലോ. പക്ഷെ ഈ ഗ്രൂപ്പിലേക്ക് കുറെ ആളുകൾ വീണ്ടും എൻട്രി ആയിട്ട് ഈ സാധനം പൊട്ടിത്തീരാത്ത ഒരു മാലപ്പടക്കം പോലെ അങ്ങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കാം. ഇപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ 2 ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ മനസ്സിലാക്കിയിട്ടും റസൂൽ പൂക്കുട്ടിയുടെ ഒരു അതായത് നമ്മളെ പുട്ടുംകുറ്റിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് ലീക്കാവുന്നു. ലീക്കാന്ന് വെച്ചാൽ ഒന്ന് പിന്നെ 3 കോടിയുടെ ഓൾറെഡി സജിനയുടെ ഭാഗത്തു നിന്ന് ഒന്ന് ലീക്കായിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചാൽ സജിനക്ക് ഇയാള് ഒരു 39 ലക്ഷം 40 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ 10-20 ലക്ഷത്തിന്റെ ഡയമണ്ട് നെക്ലേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. ദിയാസനയ്ക്കെതിരെയുള്ള അലിഗേഷൻ, അതായത് സജിന കൊടുത്ത അലിഗേഷൻ, ഈ വെള്ളപ്പൊടി യൂസ് ചെയ്തു എന്നുള്ള അലിഗേഷന് ദിയാസന മറുപടി കൊടുക്കുന്നു. അതില് ദിയാസന സജന ഫിറോസിന്റെയും പുട്ടുംകുറ്റിയുടെയും സംഭാഷണം, ദിയാസനയെ പുട്ടുംകുറ്റി വിളിച്ചപ്പോ റെക്കോർഡ് ചെയ്ത ഒരു സംഭാഷണം കേൾപ്പിക്കുന്നു. എനിക്ക് ഇതിലൊരു കാര്യം മനസ്സിലാകുന്നു, ഇവരൊക്കെ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവുന്നതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഫോൺ കോൾ റെക്കോർഡ് ചെയ്യണം എന്ന ഉദ്ദേശം കൂടും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ എല്ലാവരുടെയും ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യണം. അവരെ വിളിക്കുന്ന ഫോണായിരിക്കോട്ടെ, ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും ഒരാൾക്കാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല എന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഷഫീന താത്തയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നത്. അതായത് ഈ സംഭവത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് സജന ഫിറോസ് ഖാനെ എതിരെ ഉയർത്തിയതാണ്. അതെനിക്കിവിടെ പറയാൻ കഴിയില്ല. കാരണം വെച്ചാല് ഇതിനു മുമ്പേ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ റിമൂവ് ചെയ്യിക്കും വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമുക്ക് ആ കേസിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു മൈനർ കേസ് നമുക്ക് വിളിക്കാം. ആ മൈനർ കേസിനെ കുറിച്ചുള്ള ഒരു അലിഗേഷനാണ് സജന ഫിറോസ് ഖാനെതിരെ കൊടുത്തത്. ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് സജന സംസാരിക്കുന്നത് ഷഫീന താത്തയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവരുന്നുണ്ട്. അതിന്റെ കുറച്ച് ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടത്. നമുക്ക് വായിക്കൂടെ കേൾക്കാതെ. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമൊന്നും ആയിട്ടില്ല. ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യവേറായി പറയാവുള്ളൂ മോനെ. ഇപ്പൊ അടുത്ത വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ ഞാൻ സത്യമായിട്ടും പറയാം, ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? അതില്ല. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീട്ടില്ല. എന്റെ കയ്യിലാ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്താ മോനെ? എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ വീട്ടിൽ വെറുക്കുന്നത്? മോള് അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഈ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സജിനയുടെ ക്യാരക്ടർ എന്നുള്ളത്. അതായത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കും, എന്തെങ്കിലും
സജിനക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞാല് അവരെ എങ്ങനെയും നാറ്റിക്കണം, അല്ലെങ്കിൽ അവരെ ജീവിതം തകർക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത് മനസ്സിലാവും, ആ കുട്ടി ഫസ്റ്റ് ഒന്നും പറയാൻ സമ്മതിച്ചിരുന്നില്ല, അങ്ങനെ സമ്മതിച്ചില്ല. അതിനുശേഷം ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെളിപ്പെടുത്തും എന്നുള്ള ഒരു ഭീഷണി സ്വരം സജിനക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫിറോസ് ഖാനെയാണ് ഞാൻ വെറുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് സജിന അപ്പോ ഞാൻ കുട്ടിയുടെ കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ കൂടെ നിൽക്കില്ല, ഇതൊക്കെ എനിക്ക് പിന്നെ വെളിപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ ഒരു സൈക്കോ ക്യാരക്ടർ സജിനക്ക് ഉണ്ട് എന്നുള്ള മനസ്സിലാവുന്നുണ്ട്. കൂടെ അതായത് സജിനയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവള് കാണിക്കുന്നത് എന്ത് തെണ്ടിത്തരത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി നോക്കും. ഇതിലൊക്കെ ഞാൻ കുട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പാവം കുട്ടിയായിട്ടാണ് തോന്നുന്നത്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ചേട്ടനും മദറും ആണോ? ഓക്കെ. മുസ്ലിമാ? ഓക്കെ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? നീ വിഷമിക്കണ്ട കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. എത്ര കൂടെ ഉണ്ട്, നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല, ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ. എന്റെ കയ്യിൽ നിന്ന് ഒന്നും വെളിയെ പോകുന്നില്ല പറഞ്ഞത്. ഇപ്പൊ സജിനായിട്ടുള്ള വോയിസ് റെക്കോർഡാണ് ഇത്, കോൾ റെക്കോർഡാണ് ഇത്. അപ്പൊ ഇതാരുടെ കയ്യിൽ നിന്നാണ് വെളിയിൽ പോയത്? ഷഫീന താത്തയുടെ കയ്യിൽ നിന്ന്. ഷഫീന താത്തയുടെ കയ്യിൽ ആർക്ക് കിട്ടി? എങ്ങനെ കിട്ടി? സജിന കൊടുത്തു തന്നെ ആയിരിക്കില്ലേ? അതായത് എന്തൊരു സ്ത്രീയാ ഇത്! ആ കുട്ടിയുടെ പേരടക്കം വെളിപ്പെടുത്തിയിട്ടാണ് പിന്നെ സജിന ഷഫീന താത്ത കൊടുത്തത്. ഷഫീന താത്തയായിട്ട് അതൊന്നും ഒരു മ്യൂട്ട് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി പോലും കാണിച്ചില്ല. ഞാൻ ഷഫീന താത്തയെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് രേണുസുധിയുടെ മാറ്ററിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ്. പക്ഷെ ഇതിൽ ഒരിക്കലും ഷഫീന താത്തയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് ഫിറോസ് ഖാനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ പേരടക്കം വെളിപ്പെടുത്തിയിട്ട്, ഞാനിവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താതെ മ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് മ്യൂട്ട് പോലും ചെയ്യാതെ അങ്ങനെ തന്നെ ഇടുക. ആ കുട്ടി എന്ത് തരം കുട്ടി കിട്ടിയെങ്കിൽ എന്ത് തരം മാനസിക വിഷമം ഉണ്ടാവും ആ കുട്ടിക്ക്, അതെങ്കിലും മനസ്സിലായിക്കൂടെ? ആ സജിനക്കാണ് മെന്റല്. അതിനൊരു ബുദ്ധിയോ വിവരോ എങ്ങനെ സംസാരിക്കണമെന്നോ എന്താ ചെയ്യണമെന്ന് പോലും ഒരു പിടുത്തമില്ലാത്ത ഒരു സൈക്കോ ആയി മാറിയിരിക്കുകയാണ്. ഷഫീന താത്തെങ്കിലും കുറച്ചെങ്കിലും ഒരു മെച്യൂരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതും കാണിക്കാതെയാണ് പബ്ലിക്കായിട്ട് പിന്നെ ഇട്ടത്. ആ പേരെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യായിരുന്നു. ഇപ്പോ ഇതിന്റെ മുന്നേയുള്ള വീഡിയോ ആണ്, ഇത് ഇപ്പോഴാണ് ലീക്ക് ആയിട്ടുള്ളത്. ഈ കാര്യത്തെ കുറിച്ച്, അതായത് ഈ മൈനർ കേസിനെ കുറിച്ചിട്ട് ഫിറോസ് ഖാൻ മുന്നേ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായിത്തൊന്ന് എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഇതെങ്ങാനും സത്യമാണെങ്കിൽ എന്റെ പൊന്നു ഫിറോസ് ഖാനെ, ഇത് ജനങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയുകയല്ല, ചാണകം വാരിയിട്ടും ചെളി വാരിയിട്ടും കിട്ടുന്ന പാറക്കല്ലെടുത്ത് തലക്കടിച്ചിട്ട് എറിയുക. അല്ലാണ്ട് വെറുതെ കല്ലെറിയൽ മാത്രല്ല ചെയ്യുക. ഈ കാര്യം എങ്ങാനും സത്യമാണെങ്കിൽ, എനിക്കതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. ഈ സജിന ആയതുകൊണ്ട് ചെറിയ സംശയങ്ങൾ ഉണ്ട്. ഒന്ന്, പക്ക മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് സജിനയെ തോന്നിയിട്ടുള്ളത്. പിന്നെന്ന് പറയുന്നത്, ആ കുട്ടി ഒന്ന് പിന്നെ പഠിച്ചു പറയുന്ന പോലെയുണ്ട് വർത്താനം കേട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു 50% മാത്രമേ ഈ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ ഇതെങ്ങാനും സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതാണ് ബെറ്റർ. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ കല്ലെറിയും. നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ കല്ലെറിയും ചെയ്യും, ചാണകം വാരി എറിയും, ചളിവാരി എറിയും, എല്ലാം കാണേണ്ടി വരും. ഇതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ പോകുമ്പോൾ ഫിറോസ് ഖാൻ ചെറിയങ്ങനായിട്ട് ഫീൽഡിൽ നിന്ന് ഔട്ടായിട്ട് ഇപ്പോ സജിന ഫിറോസും ദിയാസനിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, ആ പടക്കം പൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് രണ്ടുപേരും കടന്നിരിക്കുകയാണ്. ദിയാസന കുറെ അലിഗേഷൻ വെക്കുന്നു. ഇതിലൊരു സംശയം എന്ന് പറയുന്നത്, ഇതിലാരും അവരുടെ അലിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുള്ളൂ. ഇതൊക്കെ തെറ്റാണെന്ന് പ്രൂഫ് ചെയ്യാനുള്ള ഒരു തെളിവ് പോലും ആരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ വെള്ളപ്പൊടിയുടെയും ഈ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനിതെന്താണ് ഇങ്ങനെ വളച്ചു പറഞ്ഞു വെച്ചാൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു തൊടാതെയും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാതെ സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു പറയുന്നല്ലാതെ ഇതൊന്നും ആരും ഇതുവരെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൂഫൊന്നും കാണിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല.
ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിയാസന കുറെ അലിഗേഷൻ സജന ഫിറോസിന് നേരെ വെക്കുന്നു. അപ്പൊ സജന ഫിറോസ് വീണ്ടും യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടിട്ട് വരാം. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇപ്പൊ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സജന നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് റിജക്ട് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസന ഈ ദിയാസന വെളിപ്പെടുത്തിയ വോയിസ് റെക്കോർഡ് എന്ന് പറയുന്നത് പുട്ടുംകുറ്റിയും സജന ഫിറോസും മുംബൈയിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് പൊട്ടുംകുറ്റി ദിയാസനെ വിളിക്കുന്നു. ദിയാസനെ വിളിച്ചിട്ട് ഇവള് ഭയങ്കര ടോർച്ചറാണ്, ഇവളെപ്പുറന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും. ആ ഫോണും വിളിക്കുന്നിടക്ക് ഇവര് സജന കയറി വരുന്നു. അപ്പോൾ അതാരാണെന്ന് ചോദിക്കുന്നു പുട്ടുംകുറ്റിയോട്. ദിയയോടാണ് സംസാരിക്കുന്നവരുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫ്രണ്ട്സോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഇവരൊക്കെ പരിചയപ്പെടുത്തുന്നതാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ 30 ലക്ഷത്തിന് 40 ലക്ഷത്തിന് കണക്കിന്റെ കാര്യങ്ങൾ, അതിനെതിരെയാണ് ഇപ്പോ സജന ഫിറോസ് പ്രതികരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായേ. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞു. ഞാൻ അത് എന്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത. അപ്പൊ ഇവരൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എല്ലാം കണക്കാട്ടാ. ഈ ടീംസിലെ ഈ ലൂപ്പിലേക്ക് വന്ന, ഈ യൂണിവേഴ്സിലേക്ക് വന്ന എല്ലാവരും ഒരുത്തിയെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പ കിട്ടിക്കഴിഞ്ഞാലും പിന്നിൽ നിന്ന് കുത്ത എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഫ്രണ്ട്സുകളാണ്. അതായത് ഇത് ഫ്രണ്ട്സിന് വിശ്വസിച്ച് ഇട്ട് കൊടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ എന്ന് പറയുന്നത് 8 വർഷം മുന്നേ ഉള്ള വീഡിയോ. അതാണ് അതിനെ ഉദ്ദേശിക്കുന്ന തോന്നുന്നു. സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ ഇക്ക് പറഞ്ഞ കുറെ മാറ്റർ, ഇത് കുറെ പഴയതാട്ടോ. ആ സമയത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെയത്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. ശരിക്കും എന്തോ ഒരു പ്രശ്നം കേട്ടോ, ചെറുതായിട്ടുള്ള ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിരിച്ചോടാൻ പറഞ്ഞാൽ ശരിക്കും ചികിത്സിക്കണം തോന്നുന്നു സജനയെ. കാരണം വെച്ചാല് ഒന്നിപ്പം തന്നെ വല്ലാത്തൊരു ഡിപ്രഷനിലും വല്ലാത്തൊരു ഫീലിംഗിൽ പോയിട്ടുണ്ടാവും. പിന്നെ മുന്നേ തന്നെ ഒരു റിവെഞ്ച് മെന്റാലിറ്റിയും, പിന്നെ ഈ പ്രണയരോഗം എന്ന് പറയുന്നത് ആരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ കൂടെ പോകുക എന്നുള്ളത് സജനയുടെ ഒരു മാനസികമായിട്ട് രോഗമായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ പറ്റുന്ന രോഗമായിരിക്കും തോന്നും. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോഴും കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറെ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ, അത് പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറെ തെളിവുകൾ, ഇതെല്ലാം ഇവളുമാരുടെ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ എന്നെ ഓരോ ദിവസം വിളിച്ചിട്ടുണ്ട്. ഇതെന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ വീണ നായർ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ, ഓഫ്കോഴ്സ് ഫിറോസ് ഖാന്റെ കയ്യിൽ, പിന്നെ ഒരു മീഡിയക്കാരൻ പയ്യന്റെ കയ്യിൽ. ഞാൻ അവനെ ഇപ്പൊ പിടിച്ചിരുന്നില്ല, സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വെളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ആണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത് വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ദിയയിൽ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന ആർഗ്യുമെന്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങൾ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അവരടുത്തൊന്നും അല്ല, എന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എന്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എന്റെ ദിയയ്ക്കുള്ള
കേന്തി ദിയാണ് ഇവരെല്ലാം ഇളക്കി ഇതുണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറൊന്നുമല്ല, ഇത് അത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്കിത് ഈ വീഡിയോക്ക് അത് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. പിന്നെ ദിയ നീ പല പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ എംഡിഎമ്മിന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ദിയ മാത്രമല്ല, ഫിറോസ് ഖാനും ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സജ്ന ഫിറോസും അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും മുകളിലിടുന്ന അലിഗേഷൻ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ എതിര് നിൽക്കുന്നതായിട്ടുള്ള അവരുടെ വേറൊരു അലിഗേഷൻ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഇട്ട അലിഗേഷൻ പ്രൂഫ് സഹിതം, തെളിവ് സഹിതം പിന്നെ തെളിയിപ്പിക്കാനുള്ളത്, അവരെ നിങ്ങളെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സ്റ്റെപ്പും ആരും എടുക്കുന്നതായിട്ട് ഇതുവരെയായിട്ടും ഇപ്പൊ ഒരാഴ്ച ആയോളം ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. ആരും എടുത്ത് കാണിക്കുന്നില്ല. ഇപ്പം ദിയാസനയുടെ മുകളില് ഈ വെള്ളപ്പൊടിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോ പ്ലേ ചെയ്യാം. ദിയാസന എന്താണ് റിപ്ലൈ ചെയ്തത്. അപ്പോൾ അതിലും പറയുന്നത് പറയുകയാണ്. നമുക്ക് ഇതിന്റെ മുഴുവനായിട്ട് കേട്ടിട്ട് അതിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ, നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അതുവരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം ദിയയുടെ വ്യക്തമായിട്ട് പറയുക, ദിയാസന 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറിനെ വിളിച്ചു നോക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എന്റെ മോളെ ഒരു 3-4 വർഷം എന്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും, ഹെയറിൽ ഇത് ചെക്ക് ചെയ്താൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോത്തില്ല മോളെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജിന ചേച്ചിയും വരാം, സജിന ചേച്ചിയുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. ആ പയ്യനെ ഞാൻ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരങ്ങൾ 2 പേര്, അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ് നീ. എന്റെ മക്കള് സത്യം അവര് കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷെ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞല്ല, ഞങ്ങൾ ഇതെല്ലാം നിർത്തിയിട്ട് കുറെ കാലമായെന്ന് അവര് പറഞ്ഞത്. അപ്പം ദിയാസന ഇത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇവൾ ഇത്ര വലിയ കള്ളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ, നീ ആരാണെന്ന് തെളിയിക്കും മോളെ. രോഗം നിന്നെ ഒരുത്തെ പിടിച്ചാ എത്ര പേരിനകത്ത് തൂങ്ങുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും. സർ, എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിന്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എടുക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും, അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ. പക്ഷെ ഇത് സജന ഒരു സൈക്കോ ആണെങ്കിലും ഇതില് കുറച്ച് കാര്യങ്ങള് എനിക്കൊരു സത്യസന്ധമായിട്ട് തോന്നുന്നു. പക്ഷെ ഇത്രയധികം വെല്ലുവിളിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നറിയാം. അതിപ്പം ദിയയുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിയ അത് ടെസ്റ്റ് ചെയ്യുന്നോ ചെയ്യില്ലാന്നോ ഒന്നും ഓപ്പണായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ദിയയുടെ വീഡിയോ കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഡേറ്റും സമയം അടക്കം സജന വന്നിട്ട് ദിയക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഒരു ചെറിയ കഴമ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിന് ദിയാസന കൊടുത്ത മറുപടി നോക്കാം.
സജിന ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അയ്യോ അവര് പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ അയ്യോ അവര് പാവങ്ങൾ. എന്തൊരു മാനിപ്പുലേഷനാ നോക്കിയേ. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ? കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളൊക്കെ ഇത് എന്താ ഇവള് പറയണത് എന്താന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം. ഇതെന്താ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആകെ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് എല്ലാ ആൾക്കാരും. എല്ലാ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് ഇടുന്ന പോലെ ആയിപ്പോയില്ലേ. പലരും പല പിള്ളേരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അത്ര ഇത് എന്താ ഇവക്ക് ഇങ്ങനെ. ഓൾമോസ്റ്റ് ആളുകൾക്ക് മനസ്സിലായി ഏകദേശം ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവളുടെ ഇവള് വെല്ലുവിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന് ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പേ ഉണ്ട്, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തോണ്ടോന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ മേലെ അറ്റാക്ക് ഇടാമല്ലോ. എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറടേ, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡിയാടേ. പക്ഷെ നിന്റെ കൂടെ ഇല്ല. കാരണം ഞാനിപ്പോ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ചോദിച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൽ പൂക്കുട്ടിയുടെ മാമാടെയും കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജിന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട. നീ ഒന്ന് അടങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്ക്. കാരണം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം നിന്റെ മൂട്ടി തീ പിടിച്ചോളെ. റസൂൽ പൂക്കുട്ടി പെട്ടു. ദിയാസന വന്ന് റസൂൽ പൂക്കുട്ടിയുടെ കാര്യം ഇവിടെയാണ് എനിക്ക് സംശയം വരുന്നത്. പിന്നെ പുട്ടുംകൂറ്റിയുടെ മാമയും അച്ഛനും നിൽക്കുന്ന സ്ഥലം മാത്രമേ പിന്നെ ദിയക്ക് അറിയത്തുള്ളൂ. ദിയയുടെ ഇത്രയും പിടിപാട് വെച്ചിട്ട് ഉള്ള സ്ഥലങ്ങൾ ദിയക്ക് ഉണ്ടാവുമല്ലോ. ഇത്രയും സോഷ്യൽ സർവൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ വിശ്വാസമുള്ള പിന്നെ ഹോസ്പിറ്റലും ലാബും എന്തായാലും ഉണ്ടാവുമല്ലോ. അവിടെ നിന്ന് വെച്ച് ചെയ്താൽ മതി. ഇന്ന് ഒരു ചെറിയ ഉരുണ്ടുകളിയുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഇതിന് 2 ദിവസം മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ എന്ത് ടെസ്റ്റ് എടുക്കാനും തയ്യാറാണ് എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ റസൂൽ പൂക്കുറ്റിക്ക്, അതായത് പുട്ടുംകുറ്റിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതിൽ ചെറിയൊരു ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ട്. എവിടെയത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ദിയ പറയുന്നത്. ദിയക്കെതിരെയുള്ള അലിഗേഷന് പാപ്പാട് എതിർത്തുകൊണ്ടുള്ള സംസാരമാണ്. പിന്നെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തത്തിലുള്ള വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അതിനുശേഷം ദിയ വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്തതിന് ഇനി ഞാൻ നിർത്തിയാണ്, കഴിയുന്നില്ല, പിന്നെ ഫ്രണ്ട്സുകളും വീട്ടുകാരൊക്കെ അല്ലാണ്ട് പറയുന്നുണ്ട് ദിയ വീഡിയോ നിർത്തി എന്ന് പറഞ്ഞിട്ട് വരുന്നു. പക്ഷെ വീണ്ടും സ്റ്റോറിയിലെ കൂടെ വീണ്ടും ചെയ്യുന്നുണ്ട്. അതിന് കുറെ കമന്റ് നിർത്തല്ലേ, നമുക്ക് ഇത് കോണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നു. നമുക്ക് ആ വീഡിയോ കാണാം. അത് ഭയങ്കര കോമഡി ഉള്ള വീഡിയോ കേട്ടോ. അതെന്തോ 2 അടിച്ചിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാല് ദിയയുടെ. അയ്യോ പാവം, സജിനയുടെ മൂട്ടില് തീ പിടിച്ച് സജിന കിടന്ന് ഓടി 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 പാവം. അയ്യോ പാവം. 17 ലക്ഷത്തിന്റെ കണക്കും 10 ലക്ഷത്തിന്റെ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും പോട്ടെ 5 ലക്ഷത്തിന്റെ കണക്കും റസൂൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും 40 ലക്ഷമല്ലേ വന്നുള്ളൂ വെളിയില്. ബാക്കി കണക്കും റസൂൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ആ കണക്കും ഒക്കെ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. എന്നാലും പടച്ചോന് ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. എല്ലാം പടച്ചോന്റെ കളികളാണ്. എല്ലാം മൊത്തത്തില് പടച്ചോന്റെ കളികളാണ്. എന്താ ചെയ്യാ, പടച്ചോന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ ഇത് ലാസ്റ്റ് ഇപ്പൊ 2 മണിക്കൂർ, ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ 2-3 മണിക്കൂർ മുമ്പേ ഇട്ട സ്റ്റോറിയാണ് ഇത്. ഇതില് പറയുന്നത് വീണ്ടും കുറെ കാര്യങ്ങളായിട്ട് തിരിച്ചു വരുന്ന ആളെന്നാണ്. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഇതിൽ രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഈ കോൺട്രവേഴ്സി ഒക്കെ, ഈ കോണ്ടന്റ്സ് ഒക്കെ പുറത്തേക്ക് വന്നപ്പോ രക്ഷപ്പെട്ടു പോയ കുറച്ച് ആൾക്കാർ, ഒന്ന് തൊപ്പി, ഒന്ന് ഷമീർ, പിന്നെ ടിനി ടോം, കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ നീന കുറുപ്പ്, ശ്വേത മേനോൻ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനത്തെ ഈ സംഭവം പുറത്തേക്ക് വന്നതോടെ ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇപ്പം തൊപ്പിയുടെയും ഷമീറിന്റെയും പിന്നെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് കേട്ടുകളാണ് രണ്ടുപേരും പുറത്തേക്ക് എറിഞ്ഞു കൊടുത്ത് ജനങ്ങൾക്ക്. അതിനെതിരെ DGP അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെ പറയുന്നത്, അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഒന്നുമില്ല. ഇതും ഇനി അടുത്ത ഒരു കോൺട്രവേഴ്സി വരുമ്പം ഇതും എല്ലാ ആൾക്കാരും മറന്നിട്ട് ആ കോൺട്രവേഴ്സിയിലേക്ക് പോകും. ആസ് യൂഷ്വൽ ഞാനും, കാരണം വെച്ചാൽ അപ്പോൾ അപ്ഡേറ്റ് ആവുന്ന കോൺട്രവേഴ്സികളാണല്ലോ ജനങ്ങൾക്ക് കാണാൻ താല്പര്യം.
അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഇപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 9 തുടങ്ങാറായി. അതിന് മുന്നേ ഇത് തീരുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കാണാനുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ട് കാരണം വെച്ചാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ. ഇതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. പിന്നെ എല്ലാ കോൺട്രവേഴ്സിയിലും ഏതെങ്കിലും ഒരു ബിഗ് ബോസിൽ പോയ ഒരാൾക്കാണ്. കാരണം വെച്ചാൽ അവർ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് തോന്നുന്നത്. അത് അങ്ങനെ എന്നല്ല കോൺട്രവേഴ്സി ഉണ്ടാവുക, എന്നല്ല മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പുറത്ത് നടക്കുന്ന ബിഗ് ബോസ് സീസൺ 1 അല്ല, കുറേയൊക്കെ സീസൺ കഴിഞ്ഞ് പുറത്തല്ലേ. ഇനി സീസൺ 9ലേക്ക് വരുന്നതിന് മുമ്പേ അതിന്റെ TRP കുറയാൻ വളരെ ചാൻസ് ഉണ്ട് ഈ കോണ്ടന്റ് കഴിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.